പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് കാണാതായ 2 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് മരിച്ചത്. മരണം കൊലപാതകമാണെന്നാണ് നിഗമനം. കുടുംബാംഗങ്ങളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, ഇന്ന് പുലർച്ചെയാണ് കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ്, പുലർച്ചെയോടെയാണ് കുട്ടിയെ കാണാതാകുന്നത് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മരണം കൊലപാതകമാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് അടക്കമുള്ളത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഞെട്ടൽ ഉളവാക്കുന്ന വാർത്ത അറിയുന്നത്. രാവിലെ ശുചിമുറിയിൽ പോയി വന്ന അമ്മയാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം അറിയിക്കുന്നത്. തുടർന്ന് വീട്ടുകാർ പ്രാഥമികമായി അന്വേഷണം നടത്തിയെങ്കിലും ബാലരാമപുരം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ബാലരാമപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും തുടർന്ന് ബാലരാമപുരം പോലീസിന് തോന്നിയ ഒരു സംശയമാണ് ഇത്തരത്തിൽ കിണറ്റിനുള്ളിൽ കാണുമോ എന്ന സംശയം. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ദേവേന്ദുവിന്റെ മൃതദേഹം കിണറ്റിനുള്ളിൽ നിന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് വലിയ തരത്തിലുള്ള ദുരൂഹത തന്നെയാണ് പോലീസിന് ആദ്യ നിമിഷങ്ങൾ മുതൽ ആരംഭിച്ചതും. കാരണം ഈ മുറിയിൽ വീടിന്റെ ആദ്യ സാഹചര്യത്തിൽ വീടിനുള്ളിൽ വാടക വീടാണ്. വാടക വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന അമ്മയും സഹോദരനും അമ്മുമ്മയും കുഞ്ഞിന്റെ അമ്മുമ്മയുമാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞിന്റെ അമ്മുമ്മ, അമ്മാവൻ, അമ്മ ഇത്തരത്തിവരാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് തുടർന്ന് തന്നെ സമീപത്തെ ഒരു ഷീറ്റിട്ട ഒരു മുറിയിലായിട്ട് 3 കുരുക്കിട്ട കയറുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം പോലീസിനെ വലിയ തരത്തിൽ സംശയം ഉളവാക്കുകയായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടടുത്ത ഈ സഹോദരൻ, അതായത് അമ്മയുടെ സഹോദരന്റെ മുറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആദ്യമേ പ്രാഥമികമായി പോലീസിന് വലിയ തരത്തിലുള്ള സംശയം തന്നെ ഉളവാക്കിയിരുന്നു. തുടർന്ന് നാട്ടുകാരിൽ നിന്ന് മൊഴിയെടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കുടുംബം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ബാലരാമപുരം പോലീസിൽ 30 ലക്ഷം രൂപ കാണുവാനില്ലെന്നുള്ള ഒരു പരാതി കൊടുത്തിരുന്നു. അതിപ്പോൾ നിലവിൽ അന്വേഷണത്തിൽ പോലീസ് പറയുന്നത് അതൊരു വ്യാജ പരാതിയായിരുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നു. തുടർന്ന് ഉടനെ തന്നെ പോലീസ് ഈ കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു. ആദ്യം അമ്മ പറയുന്നത് മറ്റൊരു തരത്തിലാണ് മൊഴി നൽകിയത്. തുടർന്ന് അമ്മയിൽ നിന്ന് മൊഴിയെടുക്കുന്ന സമയത്തും അതും വലിയ തരത്തിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു. സമീപത്ത് അമ്മാവനോട് ചോദിച്ചപ്പോഴും അതും വ്യത്യാസം, വലിയ തരത്തിലുള്ള ഈ മൊഴികൾ തന്നെ എല്ലാവരും പറയുന്നതിൽ വലിയ തരത്തിലുള്ള വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം തന്നെയാണ് കൊലപാതകം എന്ന നിലയിൽ പോലീസ് ഉറപ്പിച്ചിരിക്കും. കാരണം ഇതൊരു കൊലപാതകമാണ്. വീടിന് സമീപത്തുള്ള ഈ കിണറ്റിൽ 2 വയസ്സുകാരി നടന്നുപോയി കിണറ്റിൽ വീഴാനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല. ഇത് കൊന്ന ശേഷമാണോ ഇത്തരത്തിൽ മൃതദേഹം കിണറ്റിലിട്ടത്, അതോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് പോലീസ് ഇനി അറിയേണ്ടത്. കൊലപാതകം എന്ന നിലവിൽ ഉറച്ചു തന്നെയാണ് ബാലരാമപുരം പോലീസ് നിൽക്കുന്നത്. പ്രദീപ്, അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ 3 കുരുക്കിട്ട കയർ കണ്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. അതായത് കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതാണ് വൃന്ദ ആദ്യം പറഞ്ഞത്. സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു കുടുംബം. അതായത് പല ജോലി വാഗ്ദാനങ്ങൾക്ക് വേണ്ടി പലർക്കും ഇന്ന് വേറൊരു വലിയൊരു വാർത്ത പറയാനുണ്ട്. ഇന്ന് ആ കുട്ടി, അത് പറയുന്ന ശ്രീയുടെ അച്ഛൻ മരിച്ച ഒരു 16ാം ചടങ്ങ് നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ സമയത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി, കഴിഞ്ഞ കുറെ നാളായി കുടുംബം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. കാരണം ഇവരുടെ ഭർത്താവ് ശ്രീജിത്തിന്റെ വീട് വരുന്നത് പാറശാല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ശ്രീജിത്തിന്റെ വീട് വരുന്നത്. ഈ വീട്ടിൽ തന്നെ ഇവർ താമസിച്ചു വന്നപ്പോൾ തന്നെ ചെറിയ സാമ്പത്തിക ഇടപാടുകളുടെ കാരണത്താൽ വലിയ വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പാറശാല പോലീസിൽ പരാതിയുമുണ്ട് നിലവിൽ. ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി മൂലം കുടുംബം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമായിരുന്നു. ഇപ്പൊ വൃന്ദ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവർ ആദ്യം ഈ മുറിയിലുണ്ടായ തീപിടുത്തം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിലുപരി സമീപത്ത് 3 ഈ കുരുക്കിട്ട തലയിലുള്ള 3 കയറുകളുണ്ട്. അപ്പൊ ഇതൊക്കെ വലിയ തരത്തിൽ ഇത്തരത്തിൽ കുഞ്ഞിനെ കിണറ്റിലിട്ട ശേഷം ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണോ ഇവർ മുൻകൂട്ടി തയ്യാറാക്കിയത് എന്നുള്ള ഒരു സംശയം കൂടി നമുക്ക് ഈ സാഹചര്യത്തിൽ പറയേണ്ടതുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണല്ലേ? നിലവിൽ ബാലരാമപുരം പോലീസ് ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ്. കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പലതരത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ് വീട്ടിൽ വന്നത്, ഇത്തരത്തിലുള്ള വീട്ടിൽ വന്നവരെ എല്ലാവരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവരുടെ അന്വേഷണവും അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന സാഹചര്യം. ഇതിൽ കൊലപാതകം തന്നെയാണെന്ന് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ജനപ്രതിനിധികൾ സംശയത്തിന് നിലപാട് ഉറപ്പിച്ച് തന്നെ ഒരു മട്ടിലാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരം പോലീസ് കൃത്യമായി നൽകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരും ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം നിലയുറപ്പിച്ചിരിക്കുന്നത്. ശരി പ്രദീപ്, ഇപ്പോൾ വിനയ ഉണ്ട്. വിനയ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു.
കിണറ്റിൽ നിന്നടക്കം ഇപ്പോൾ വെള്ളത്തിന്റെ സാമ്പിളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന അത്യാവശ്യമായതുകൊണ്ട് തന്നെ അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ അമ്മയും അച്ഛനും കൂടാതെ കുട്ടിയുടെ അമ്മൂമ്മയും അമ്മയുടെ സഹോദരനും അടക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ തുടക്കം മുതൽ തന്നെ ഒരു അടിമുടി ദുരൂഹത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ കേസിൽ രാവിലെ 5:30യോടെയാണ് കുട്ടിയെ കാണാനില്ലെന്ന ഒരു പരാതി ഉയരുന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അടക്കം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നു. പിന്നീട് നാട്ടുകാരടക്കം ഈ പരിശോധനയുടെ ഭാഗമാകുന്നു. പോലീസും നാട്ടുകാരും സംയുക്തമായ പരിശോധന നടത്തിയപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം ഈ കിണറ്റിലുണ്ട് എന്നൊരു സംശയം പോലീസ് ഉന്നയിക്കുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിക്കുന്നു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. കിണറ്റിലും മറ്റും ഇറങ്ങി പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിലാണ് ദേവന്തയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ അടിമുടി ദുരൂഹത എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ആദ്യം ഈ കുട്ടിയുടെ അമ്മ നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു അമ്മ ആദ്യം പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് മൊഴി വന്നിട്ടുണ്ടായിരുന്നത് രാവിലെ 5 മണിയോടെ തന്നെ ഈ അമ്മയുടെ സഹോദരന്റെ മുറിയിൽ ഒരു തീപിടുത്തമുണ്ടായി. ആ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് ഈ കുട്ടിയെ കാണാതായത് എന്നൊരു മൊഴി നൽകുന്നു. ഇത്തരത്തിൽ ഒരു അടിമുടി ആദ്യം മുതൽ തന്നെ ഒരു ദുരൂഹത മൊഴികളിലടക്കം തന്നെ വൈരുദ്ധ്യം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുടുംബത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തെ അടക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കുടുംബത്തെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ കേസിൽ പരാതി അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചത് നാട്ടുകാരാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നാട്ടുകാർ പലരും ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ കിണറുള്ളത്. എന്നിരുന്നാൽ പോലും ഈ കിണറിന് ചുറ്റുമുള്ള മതിൽ 3.5 അടി ഉയരം വരും. 2 വയസ്സുകാരിക്ക് എന്തായാലും ആ കിണർ ചാടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു അടിമുടി ദുരൂഹതയുണ്ട്. കൂടാതെ തന്നെ ഈ കുടുംബത്തിന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യമടക്കം ഈ നാട്ടുകാർ ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പരിശോധിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിലും ഈ പരിശോധനകളും മറ്റും നടന്നിട്ടുണ്ടായിരുന്നു. ഈ 2 വയസ്സുകാരി എത്തരത്തിലാണ് ഈ കിണറ്റിൽ ചാടിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ 2 ദിവസം മുൻപ് ഈ കുടുംബം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. തങ്ങളുടെ 30 ലക്ഷം രൂപ കാണുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പരാതി അടക്കം ഇപ്പോൾ വ്യാജമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണോ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നടക്കമാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. പോലീസ് പറയുന്നത് അനുസരിച്ച് ഇതൊരു കൊലപാതകമാണ് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ എന്തായാലും പോലീസ് ഉള്ളത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം വീടും പരിസരവും വലിയ രീതിയിലുള്ള പരിശോധനകൾ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പരിശോധനയിലടക്കം തന്നെ ഈ വീടിന് ചേർന്നുള്ള ഒരു ഷെഡിൽ നിന്ന് 3 കയറുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കയറ് കുരുക്കിട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബം ആത്മഹത്യക്ക് ശ്രമിച്ചോ എന്നൊരു കാര്യവും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. എന്നിരുന്നാൽ കൂടി പല ചോദ്യങ്ങളും ഇനിയും ബാക്കിയായി നിൽക്കുകയാണ്. കുട്ടിയെ കൊന്നതിന് ശേഷം കിണറ്റിലിട്ടതാണോ അല്ലെങ്കിൽ കുട്ടിയെ നേരത്തെ തന്നെ കിണറ്റിലിട്ടതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഒരുപക്ഷെ ഈ കുടുംബത്തോട് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെങ്കിൽ ഈ കുട്ടിയെ കൊന്നതിന് ശേഷം കിണറ്റിലിട്ടതിന് ശേഷം ഇവർ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള പദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ട് പിന്നീട് കുട്ടിയെ കാണുന്നില്ല എന്നൊരു പരാതി പോലീസിന് നൽകി അല്ലെങ്കിൽ നാട്ടുകാർക്ക് നൽകി? അതെല്ലാം തന്നെ ദുരൂഹതയ്ക്ക് അല്ലെങ്കിൽ സാധ്യത ഏറെയാണ്. ഒരുപക്ഷെ ഈ കുടുംബം മുഴുവനായും ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കൊലപാതകത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കയറുകളും മറ്റും കുരുക്കിട്ട നിലയിൽ ചായപ്പിൽ നിന്നും കണ്ടെത്തിയെന്ന് പറഞ്ഞു. ഈ കുടുംബത്തോട് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണെങ്കിൽ ഈ കുട്ടിയെ കൊന്നതിന് ശേഷം എന്തുകൊണ്ട് ഈ പരാതിപ്പെട്ടു, എന്തുകൊണ്ട് ഈ നാട്ടുകാരെ അറിയിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പോലീസ് അന്വേഷിച്ചു വരികയാണ്.
ഒരു പക്ഷേ ഇത് സാമ്പത്തിക ഇടപാടിന്റെ പേരിലുള്ള ഒരു കൊലപാതകമാണെങ്കിൽ എന്തിനാണ് ഈ കുട്ടിയെ കൊന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നേരത്തെ നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ശ്രീജിത്ത് പാറശാലയിലുള്ള ഒരു ഷോപ്പിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ശ്രീധുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ശ്രീധുവിന്റെ പിതാവ് മരിച്ചതിന് 16 ഇന്ന്. അതിന്റെ ചടങ്ങുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഇന്നാണ് ആ ചടങ്ങുകൾ അടക്കം തന്നെ നടക്കാനിരിക്കുന്നത്. അടക്കം തന്നെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയാണ് കൂടാതെ തന്നെ ഈ നാട്ടുകാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ശ്രീധുവും ശ്രീജിത്തും അല്പം അകന്ന് തന്നെയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും ശ്രീധു തിരിച്ചു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ശ്രീധു സ്വന്തം വീട്ടിൽ ബാലരാമപുരത്തുള്ള സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മുത്തശ്ശന്റെ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ശ്രീജിത്ത് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്, ശ്രീധുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കുടുംബത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അടക്കം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ്, അതെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. കൂടാതെ തന്നെ നേരത്തെ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ കുട്ടിയെ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കിടത്തിയിരുന്നു എന്നടക്കം പോലീസിന് ഒരു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ആ മൊഴി അടക്കം തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. നിലവിൽ എന്തായാലും ബാലരാമപുരം പോലീസ് കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരേ സംഭവം തന്നെ 4 പേരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മൊഴി നൽകുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഒരു അടിമുടി ദുരൂഹത അല്ലെങ്കിൽ മൊഴികളിൽ അടക്കം തന്നെ വൈരുദ്ധ്യമുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ പറയുന്ന ഓരോ മൊഴികളും വ്യത്യസ്തമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു. പറയുന്ന ഓരോ കാര്യത്തിലും വൈരുദ്ധ്യം ഉണ്ടാകുന്നു. ആരും തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നില്ല. പലരും പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ മൊഴികൾ അടക്കം നൽകുന്നത് എന്നടക്കം പോലീസ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടുകാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ കുടുംബ പ്രശ്നമുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കുടുംബമായിരുന്നു. ഈ കുടുംബം താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി കുടുംബം താമസിക്കുന്നത് ഈ വാടക വീട്ടിൽ തന്നെയാണ്. വീടും പരിസരവും നമ്മൾ കണ്ടതാണ്. അതിനനുസരിച്ച് തന്നെ ഈ വീടാണെങ്കിലും ഈ സാധാരണ രീതിയിലുള്ള ഒരു വീടാണ്, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത തന്നെ വീടാണ്. കിണറാണെങ്കിലും ഈ വീടിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് കിണറുള്ളത്. പഴയ ഒരു കിണറാണ്, പഴക്കം ചെന്ന ഒരു കിണറാണ്. അതിന് ചുറ്റുമതിലുണ്ട്, 3.5 അടിയോളം ഉയരമുള്ള ഒരു ചുറ്റുമതിലുണ്ട്. അതുകൊണ്ട് തന്നെ 2 വയസ്സുകാരിക്ക് എന്തായാലും ഇത്തരത്തിൽ തനിയെ എഴുന്നേറ്റ് വന്ന് ചാടാനുള്ള ഒരു സാധ്യത ഒരിക്കലും ഉണ്ടാകില്ല. കാരണം അത്രത്തോളം അത്യാവശ്യത്തിന് ഉയരമുള്ള ഒരു ചുറ്റുമതിലാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും കിണറ്റിൽ കുട്ടിയെ ഇട്ടതാണോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതിനു ശേഷം കുട്ടിയെ ഈ കിണറ്റിൽ ഇട്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. കൂടാതെ തന്നെ പോലീസിന് കുട്ടിയുടെ അമ്മ നൽകിയ മൊഴി അനുസരിച്ച് രാവിലെ ഒരാളെ കണ്ടിരുന്നു എന്ന് അമ്മ മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അത് കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിലടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. കാരണം അത്തരത്തിൽ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും അല്ലെങ്കിൽ എന്തിനായിരിക്കും ഈ രാവിലെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്, പരിശോധിച്ചു വരികയാണ്. ഈ തുടക്കം മുതൽ തന്നെ ഈ മൊഴിയിലുള്ള വൈരുദ്ധ്യം അടക്കമാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ കുടുംബാംഗങ്ങളിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തുടക്കം മുതലുള്ള വൈരുദ്ധ്യം തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ 2 വയസ്സുകാരെ കൊലപ്പെടുത്താനുള്ള സാഹചര്യം അല്ലെങ്കിൽ കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. അതിനുള്ള പരിശോധനകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ കുടുംബം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്, അതോ അതും ഇനി എന്തെങ്കിലും തരത്തിലുള്ള നാടകമാണോ, ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ, കുടുംബത്തോടെ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളടക്കം പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷണം എല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തു വരുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും എന്താണ് യഥാർത്ഥ കാരണം അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ എന്തായാലും കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. കൂടാതെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും അത്യാവശ്യമാണ്. ഒരുപക്ഷെ ഇത് കൊലപാതകമാണെങ്കിലും അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലിട്ടതാണെങ്കിലും അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കിണറിലുള്ള വെള്ളവും മറ്റും പോലീസ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു.
നടക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് മറ്റും ഇതെല്ലാം ശേഖരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ വീട് നിലവിൽ ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. വീട് പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ഒരു അന്വേഷണത്തിന് വേണ്ടി തന്നെയാണ് ഈ വീട് പൂട്ടി സീൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വൃന്ദ. തീർച്ചയായും എന്താണ് ഇത്തരത്തിൽ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ, കുട്ടി എങ്ങനെയാണ് കിണറ്റിൽ വീണത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കുടുംബാംഗങ്ങളെ അടക്കം ചോദ്യം ചെയ്തു വരികയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനയ രാജ്.